അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് ഇന്ന് പറയുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇറാൻ ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ഇറാന്റെ പ്രതികരണം കഴിഞ്ഞ ജൂൺ മാസത്തിലെ 12 ദിവസത്തെ യുദ്ധം പോലെ ആയിരിക്കുകയില്ല എന്നാണ്. ആ യുദ്ധത്തിൽ 12 ദിവസത്തിനിടയിൽ 500 മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ ഇറാൻ വളരെ കൃത്യമായി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 2000 മിസൈലുകളെങ്കിലും ഇസ്രായേലിലേക്ക് അയക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങളാണ് ഇറാൻ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. മാത്രമല്ല, ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധം തീർച്ചയായും അത് സംഭവിക്കും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര പത്രങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്നാൽ ആ യുദ്ധം ഇനി കഴിഞ്ഞ യുദ്ധം പോലെ ആയിരിക്കില്ല, അതിന്റെ എത്രയോ മടങ്ങ് ശക്തിയോടുകൂടെ ആയിരിക്കും ഇറാന്റെ തിരിച്ചടി എന്ന് തന്നെയാണ് പറയുന്നത്. ഈ 12 ദിവസത്തിനുള്ളിൽ 500 മിസൈലുകൾ ഇസ്രയേലിലേക്ക് എത്തുമ്പോൾ ഇസ്രയേലിന്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ആ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിലേറെ ചുരുങ്ങിയ ഒരു സമയത്ത് 2000 മിസൈലുകൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രതിരോധിക്കുക. അതോടൊപ്പം ഇറാന്റെ മിസൈലുകളിൽ ഈ റഡാറുകളെ GPS-നെ തടസ്സപ്പെടുന്ന സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ മിസൈലുകളിൽ പലതും ഹൈപ്പർസോണിക് മിസൈലുകളുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കുക എന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. ആ രീതിയിലുള്ള ഒരു ആക്രമണം ഇസ്രയേലിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ എന്തായിരിക്കും ഇസ്രയേലിനകത്ത് സംഭവിക്കുക എന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഇറാനെ പോലെയല്ല ഇസ്രയേൽ. കാരണം ഇസ്രയേലിനെയും ഇറാനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇസ്രയേലിന്റെ എത്രയോ ഇരട്ടി വലുപ്പമുള്ള ഒരു രാഷ്ട്രമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതേസമയത്ത് ഇസ്രയേൽ വളരെ ചെറുതാണ്. ആ ചെറിയ ഒരു ഏരിയയിലേക്ക് ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി മിസൈലുകൾ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ അത് വലുതായിരിക്കും. കഴിഞ്ഞ യുദ്ധത്തിൽ ഇറാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം ഇസ്രയേലിന്റെ വളരെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളാണ്. സൈനിക കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ഗവേഷണ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ എണ്ണ ശുദ്ധീകരണശാലകൾ, ഇങ്ങനെയുള്ള ഇസ്രയേലിന്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ തന്നെയാണ് ഇറാനും പരമാവധി ആക്രമണത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ കെട്ടിടങ്ങൾ, താമസ സ്ഥലങ്ങളിൽ വരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ജനങ്ങളിൽ വലിയ ഭീതി വരുത്തിയതും അതോടൊപ്പം തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും ഈ ആക്രമണത്തിന് സാധിച്ചിട്ടുണ്ട്. $200 മില്യൺ നഷ്ടമാണ് ഇതിൽ ഇസ്രയേലിനും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ 2000 മിസൈലുകളെ ഒരുമിച്ച് ഒരിക്കലും തന്നെ ഇറാന്റെ പ്രവിശ്യയിൽ നിന്ന് ഇസ്രയേലിലേക്ക് എത്തിക്കുക എന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചു പ്രയാസകരമായ കാര്യമാണ്. എന്നാൽ അതിന്റെ ഭാഗമായി ഇറാഖിലുള്ള സായുധ സംഘങ്ങളിൽ നിന്നും അതുപോലെ യമനിൽ നിന്നും അതുപോലെ തന്നെ ലെബനാനിൽ നിന്നും ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഒരുമിച്ചുള്ള ആക്രമണത്തിലൂടെ ആയിരിക്കും ഒരുപക്ഷെ ഇതിനുണ്ടാകുന്ന പ്രതികരണം. അതുകൊണ്ടായിരിക്കണം ഇറാഖിന് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് മുന്നറിയിപ്പ് നൽകിയത് അവിടെയുള്ള ഈ സായുധ സംഘങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന്. എന്തായാലും ഇനി ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടാകുന്ന യുദ്ധം വളരെ ശക്തമായിരിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല.